വയനാട്ടിലും വിലങ്ങാട്ടും ഉണ്ടായ ഉരുൾപൊട്ടലിൽ ഇരകളായവർക്ക് കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രഖ്യാപിച്ച പുനരധിവാസ ദൌത്യത്തിൽ വാക്കുപാലിച്ച് കത്തോലിക്ക സഭ. നീതിക്കും സമാധാനത്തിനും വികസനത്തിനും വേണ്ടിയുള്ള KCBC കമ്മീഷൻ വിലങ്ങാട് 15 വീടുകളും വയനാട്ടിൽ 4 വീടുകളും ഇതിനകം പൂർത്തിയാക്കി ഗുണഭോക്താക്കൾക്ക് കൈമാറിക്കഴിഞ്ഞു. കേരള കത്തോലിക്ക മെത്രാൻ സമിതി പ്രഖ്യാപിച്ച പുനരധിവാസ ദൌത്യം വിജയകരമായി മുന്നേറുകയാണ്. ആകെ 128 വീടുകളുടെ നിർമ്മാണം ഈ വർഷം അവസാനത്തോടെ പൂർത്തിയാകും. തുടർച്ചയായ മഴ കാരണം വയനാട് പുനർനിർമ്മാണ പ്രക്രിയ മന്ദഗതിയിലായി പോയെങ്കിലും കാലാവസ്ഥ കൂടുതൽ അനുകൂലമായതിനാൽ ഇപ്പോൾ അവിടെയും നിർമ്മാണ പ്രക്രിയ ത്വരിതഗതിയിൽ പുരോഗമിക്കുന്നു. വിലങ്ങാട് ഒരു വീട് നിർമ്മാണത്തിന് 15-16 ലക്ഷം രൂപയായി എന്ന് KCBC JPD കമ്മീഷൻ സെക്രട്ടറി റവറന്റ് ഫാദർ ജേക്കബ് മാവുങ്കൽ അറിയിച്ചു. വയനാട്ടിൽ 13 വീടുകൾ ബത്തേരി രൂപതയുടെയും 50 വീടുകൾ മാനന്തവാടി രൂപതയുടെയും വിലങ്ങാട്ട് 65 വീടുകൾ താമരശ്ശേരി രൂപതയുടെയും നേതൃത്വത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത്. ഒരു വീടിന് 10 ലക്ഷം രൂപയാണ് KCBC രൂപതയെ ഏൽപ്പിക്കുന്നത്. 100 വീടുകൾക്കാണ് KCBC നേരിട്ട് ഫണ്ട് ചെയ്യുന്നത്. ബാക്കി തുക 3 രൂപതകളുടെയും സാമൂഹിക സേവന വിഭാഗമാണ് കണ്ടെത്തുന്നത്. 28 വീടുകൾക്കുള്ള ഫണ്ടിംഗ് മറ്റ് ക്രൈസ്തവ പ്രസ്ഥാനങ്ങളുടേതാണ്. വിലങ്ങാട് വ്യക്തികളും പ്രസ്ഥാനങ്ങളും നൽകിയതാണ് ഭൂമി. അവിടെ 56 വീടുകളുടെ പണികൾ താമരശ്ശേരി രൂപതയുടെ നേതൃത്വത്തിൽ പല ഘട്ടങ്ങളിലായി പുരോഗമിക്കുന്നു. വയനാട്ടിലെ വാഴവറ്റയിൽ മാനന്തവാടി രൂപത ടൗൺഷിപ്പാണ് ചെയ്യുന്നത്. 36 വീടുകൾ ഒരിടത്തും 11 വീടുകൾ മറ്റൊരിടത്തും 3 വീടുകൾ വ്യത്യസ്ത സ്ഥലങ്ങളിലും. രൂപത തന്നെയാണ് അവിടെ സ്ഥലം വാങ്ങി നൽകിയിട്ടുള്ളത്. തുടർച്ചയായ മഴയാണ് കാര്യങ്ങൾ മന്ദഗതിയിലാകാൻ ഇടയാക്കിയത്. ബത്തേരി രൂപതയാണ് 13 വീടുകൾക്കായി സ്ഥലം വാങ്ങുകയും നിർമ്മാണത്തിന് നേതൃത്വം നൽകുകയും ചെയ്യുന്നത്. വിലങ്ങാട്ടെ വീടുകളിൽ 2 എണ്ണവും വയനാട്ടിലെ വീടുകളിൽ 10ഓളവും അക്രൈസ്തവ കുടുംബങ്ങൾക്ക് വേണ്ടിയാണെന്നത് മറ്റൊരു ശ്രദ്ധേയമായ കാര്യമാണ്.